വച്ചത് മുതലാ അവൾ ഒരു അഹങ്കാരിയായി മാറിയത്. നീ പിടിക്കുന്ന വാദമുഖങ്ങളുമായി രജനി. ചില സമയത്ത് നിന്റെ സംസാരം കേട്ട ആർക്കായാലും ഒന്ന് തരാൻ തോന്നും. അച്ഛനൊരു സ്തോത്രന. ഹലോ, അങ്ങനെ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിൽ മൊത്തത്തില് പൊട്ടിത്തെറിയോട് പൊട്ടിത്തെറിയാണ്. നമ്മുടെ രജനി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നമ്മുടെ സിദ്ധാർത്ഥനോട് സംസാരിക്കുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെ തലക്കേറ്റി വെച്ചതിന് ശേഷമാണ് ദേവികയ്ക്ക് ഇത്ര അഹങ്കാരം എന്നും പറഞ്ഞിട്ട് ദേവികയുടെ നെഞ്ചത്തോട്ട് കുറെ കൊട്ട് കൊട്ടുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ രജനിയുടെ വർത്താനം സഹിക്കാൻ പറ്റാതെ സിദ്ധാർത്ഥനുണ്ടല്ലോ കാരണത്തിട്ട് നോക്കി രജനിയുടെ ഒരെണ്ണം പൊട്ടിക്കുന്നുണ്ട്. അതും കിട്ടി. രജനി അടിപൊളി ഹാപ്പി ആയിട്ട് തിരികെ നമ്മുടെ ഗിരീഷ് മാഷിനൊപ്പം തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഗിരീഷ് മാഷ് പറയുന്നുണ്ട്, ചില നേരത്തെ നിന്റെ വർത്താനം കേട്ടാൽ ആർക്കായാലും ഒന്ന് അടിക്കാൻ തോന്നും, അതിൽ അച്ഛനെ കുറ്റം പറയാനൊന്നും പറ്റില്ല എന്ന് നമ്മുടെ ഗിരീഷ് മാഷ് നമ്മുടെ അച്ഛനെ സിദ്ധാർത്ഥൻ സാറിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ തന്നെ രജനി ആ വീട്ടിൽ നിന്ന് നമ്മുടെ ഗിരീഷ് മാഷിന്റെ വീട്ടിൽ നിന്നും പരിഭവം കാണിച്ച് ഇറങ്ങുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി അതെന്തായി തീരും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഇപ്പുറത്താണെങ്കിലും നമ്മുടെ ഋഷിയെ കാണാത്ത കേസ് പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. കുറച്ച് പേരെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, എടാ ആ ചെക്കന്റെ ബോഡി നിങ്ങൾ കുഴിച്ചിട്ടോ കത്തിച്ചു കളഞ്ഞോ, മര്യാദക്ക് സത്യം പറടാ എന്നും പറഞ്ഞിട്ട് പോലീസുകാർ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ ഋഷി മരിച്ച കാര്യം അവരറിഞ്ഞോ, ഇനി ഇതിന് പിന്നിൽ നന്ദനാണെന്നൊക്കെ ഇനി വരുന്ന എപ്പിസോഡുകളിൽ അറിയുമ്പോഴായിരിക്കും എനിക്കത് മാറാൻ പോകുന്നത്. അല്ല പ്രേക്ഷകരെ, എന്തായാലും ഋഷി മരിച്ചു എന്നുള്ളൊരു കാര്യം മിക്കവരും അറിഞ്ഞു എന്നാട്ടോ തോന്നുന്നത്. അപ്പൊ ഈ ഗുണ്ടകളുടെ വായിൽ നിന്നെങ്ങാനും ഈ കുടിച്ചിട്ട കാര്യവും ഇതിന് പിന്നിൽ നന്ദനാണെന്നുള്ള കാര്യമൊക്കെ പുറത്തു വരുമ്പോഴായിരിക്കും അടിപൊളിയാകാൻ പോകുന്നത്. അല്ലേ, കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.